ഗുരുവായൂരപ്പൻ വഴിപാട് നേർന്ന് കൊടുക്കുവാൻ മറന്നപ്പോൾ ഉണ്ടായ കഥ അറിയാമോ? ഒരു നിർദ്ധരയായ കുടുംബത്തിലെ വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു. അവർക്ക് 2 കൊച്ചുകുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികൾ നന്നേ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. പിന്നീട് ചെറിയ ചെറിയ ജോലികളും ചെയ്താണ് ആ അമ്മ കുടുംബം പുലർത്തുന്നത്. ആ അമ്മയ്ക്ക് ദേഹം ആസകലം ചൊറിച്ചിലും കൈയിലും കാലിലും ചെറിയ വ്രണങ്ങളും ഉണ്ടായിരുന്നു. അത് എപ്പോഴും ആ അമ്മയെ അലട്ടുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ ആ അമ്മ അടുത്തുവന്നു നിൽക്കുമ്പോൾ മണം വരുന്നു എന്ന് പറഞ്ഞു ഒഴിവാക്കും. ഇതൊക്കെ ആ അമ്മയ്ക്ക് വലിയ സങ്കടമായിരുന്നു. അങ്ങനെയിരിക്കെ ആ അമ്മയുടെ അടുക്കൽ ഒരാൾ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചേന വഴിപാടായി സമർപ്പിച്ചാൽ ഈ വ്രണങ്ങളൊക്കെ മാറും എന്ന്. എന്നാൽ ആ പാവപ്പെട്ട അമ്മയ്ക്ക് അത്രയും ദൂരം പോകുവാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആ അമ്മ ഒരു വിളക്ക് കൊളുത്തി ഭഗവാന്റെ വിഗ്രഹം മുന്നിൽ വച്ച് പ്രാർത്ഥിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ ഈ വ്രണങ്ങളും ഈ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറ്റിത്തരണേ. ഞാൻ ഭഗവാന്റെ തിരുനടയിൽ ചേന വഴിപാടായി സമർപ്പിച്ചുകൊള്ളാം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ആ അമ്മയ്ക്ക് ചൊറിച്ചിൽ മാറി, വ്രണങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി. ഒരുപാട് ആശ്വാസമായി. അമ്മയ്ക്ക് നല്ലപോലെ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലെ കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ ജീവിച്ചു. എന്നാൽ ഭഗവാൻ ചേന സമർപ്പിക്കുന്ന കാര്യം മറന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ആ അമ്മയ്ക്ക് തോന്നുകയാണ്, ദേഹത്തെല്ലാം വീണ്ടും ചൊറിച്ചിൽ വരുന്നതുപോലെ, ചെറിയ കുമിളുകൾ പോലെ കാണുന്നു. അമ്മയ്ക്ക് സങ്കടമായി. ആ അസുഖം എങ്ങാനും തിരിച്ചു വീണ്ടും വരികയാണോ എന്നുള്ള പേടി തോന്നി തുടങ്ങി. ആ സമയം മുറ്റത്തും പറമ്പിലും ഒക്കെ കുറെ ചേന മുളച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഭഗവാൻ ചേന വഴിപാടായി സമർപ്പിക്കാൻ മറന്നിരിക്കുന്നു. താൻ മഹാ അപരാധം ചെയ്തിരിക്കുന്നു. അങ്ങനെ ചേനയെ കൊണ്ട് അമ്മ ഗുരുവായൂർ സന്നിധിയിൽ എത്തി. ഭഗവാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ ചേന സമർപ്പിച്ചിട്ടും അമ്മയ്ക്ക് സങ്കടം മാറുന്നില്ല. അവിടുന്ന് എന്റെ അസുഖങ്ങൾ മാറ്റി. പക്ഷേ ഞാൻ എന്താ ചെയ്തേ? ഭഗവാൻ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ചേന ഞാൻ സമർപ്പിച്ചില്ല. അത് ഞാൻ മറന്നുപോയി. എന്നോട് പൊറുക്കണേ ഭഗവാനെ. പെട്ടെന്ന് ഒരു കാഷായ വസ്ത്രധാരിയായ ഒരു തേജസ്വിയായ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അമ്മ കരയുന്നത്? ആ അമ്മ എല്ലാ കാര്യങ്ങളും ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. അമ്മ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഭഗവാൻ നമ്മൾ എന്തെങ്കിലും വഴിപാട് നേർന്നു എങ്കിൽ അത് നമ്മെ ഭഗവാൻ ഓർമ്മിപ്പിക്കും. അത് തീർച്ചയാണ്. പക്ഷേ അത് നമ്മൾ കൊടുത്തില്ല എന്ന് കരുതി നമ്മളെ ശിക്ഷിക്കുന്ന ആളല്ല. ഭഗവാൻ അമ്മയെ ഒരിക്കലും ശിക്ഷിച്ചതല്ല. അമ്മയെ ആ ഭഗവാൻ വഴിപാടിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. എന്റെ കയ്യിൽ ഭഗവാന് ചാർത്തിയ കളഭം ഉണ്ട്. അത് ചൊറിച്ചിലുള്ള ഭാഗത്ത് ഒന്ന് പുരട്ടു. എന്നിട്ട് സന്തോഷമായി വീട്ടിലേക്ക് പോയാലും എല്ലാം മംഗളകരമായി നടക്കും. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ കളഭം നൽകി നടന്നു നീങ്ങി. അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി.